ബിജി കരയുന്നത് നൈറ്റ് മാത്രമാ. എനിക്ക് ഇന്നും ഒരാളെ ഉൾപ്പെടി ആമി ചിലപ്പോഴേ വരുള്ളൂ. അത് കുഴപ്പമില്ല, അതിലാരെങ്കിലുമൊക്കെ വരുമായിരിക്കും. എന്നാലും ഹസ്ബൻഡ് ഞാൻ സപ്പോർട്ടാക്കിയല്ലേ. താങ്ക് യു. ലവ് യു ബിജി മാം. ഞാനൊന്ന് ഉച്ചയ്ക്ക് മനുഷ്യനെ എടുത്തതാ. അപ്പം ഗെയിം ആകുമ്പോൾ എല്ലാവരും ജയവും തോൽവിയൊക്കെ ഉണ്ടാവും. ടാപ്പ് ഞാൻ അടിച്ചു, എനിക്ക് താങ്ക്സ് ഇല്ലേ കൊച്ചേ. ചങ്ങായോട് ഞാൻ പറഞ്ഞില്ല ടാപ്പ് അടിച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എന്ന് എല്ലാവരോടും പറഞ്ഞു. എടാ ഒരു പെണ്ണ് വിളിക്കുന്നു DSP ചേട്ടാ എന്നെ. ഇത് ഞാൻ കേൾപ്പിച്ചു തരാട്ടോ, കേട്ടോട്ടോ. അശ്വ ചേച്ചി കുറേ ദിവസമായിട്ട് ഒരു പെണ്ണ് വിളിക്കുന്നു കേട്ടോ. ദേ നോക്ക്, നിങ്ങൾ പെണ്ണ, നിങ്ങൾ ലേഡിയല്ലേ? ഒന്ന് വോയിസ് വിട്ട് കേൾക്കാനാ. ലേഡി നോക്കടി മൈന. എല്ലാ ദിവസവും ഒരു പെണ്ണ് മെസ്സേജ് അയക്കും, ചേച്ചി എനിക്ക് നാട്ടിൽ വന്നാൽ കാണാൻ പറ്റുമോ? ഞാൻ ആലുവയിലാണ്, ഞാൻ റൂം എടുക്കാം ഹോട്ടലിലും. ചേച്ചിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കാണാറുണ്ട്, എനിക്ക് ചേച്ചിനൊന്ന് മീറ്റ് ചെയ്യണം, എത്ര പാശ് വേണമെങ്കിലും തരാമെന്ന്. ഇതേ വോയിസ് വിട്ടു, ഇപ്പോൾ വോയിസ് വിടും ഈ പെണ്ണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. 24 വയസ്സ് പെങ്കൊച്ചിന്. എന്തിനെന്തോ പഠിക്കുക. ഇത് വോയിസ് വിടുന്നു. ഈ DP തന്നെയായിരുന്നു. ആടി മറ്റുള്ളവരുടെ കാര്യം ചോദിക്കട്ടെ, വിജയുടെ കാര്യം ചോദിക്കുക. എൻ്റെ കാര്യം ചോദിച്ചോ, എനിക്ക് മറ്റുള്ള ലേഡീസിൻ്റെ കാര്യം ഇപ്പോൾ ചോദിക്കേണ്ട ആവശ്യമില്ല. കണ്ടോ ഇതേ DSP ചേട്ടാ. കേട്ടോട്ടോ, നല്ല വോയിസ് അല്ലേ? നല്ല വിശേഷം. ഞാൻ 22-ാം തീയതി നാട്ടിൽ വരുന്നുണ്ട് കേട്ടോ. കേട്ടോ ഇപ്പൊ മൈരി ഇതേ നോക്കിട്ടാ, നല്ല വോയിസ് അല്ലേ? കണ്ടോ നല്ല വോയിസുള്ള സംസാരല്ലേ? 24 വയസ്സായ പെണ്ണ് എന്തിനാ ചേച്ചി എന്നോട് ഹോട്ടലിൽ ചെല്ലാൻ പറഞ്ഞു. ജീവിതമായിരുന്നു. ഹലോ, പറഞ്ഞോ ചേട്ടാ. ഞാൻ ഷോപ്പ് അടച്ചു, നാളെ വരുമോ? നാളെ ഉച്ചയ്ക്ക് ശേഷം വിളിക്കും, 2 മണിക്ക് ശേഷം ഞാൻ എഴുന്നേക്കുള്ളൂ. ഓക്കെ ഓക്കെ. എന്താ പേരെന്താ? ആ പേര് എഴുതി വിട്ടോട്ടെ, ഞാൻ നോക്കാം. ഓക്കെ. എൻ്റെ പൊന്നെ അടുത്ത വോയിസ് നോക്ക്. 22-ാം തീയതിയാണോ? ചേച്ചി നാട്ടിലെവിടെയാ? അവക്ക് എന്നെ കാണണം. ഞാൻ 22-ാം തീയതിയാണ്. ഹലോ, എന്തേട്ടാ? ചേട്ടാ ഉണ്ടാവും, വാട്സപ്പിൽ ഹായ് വിട്ടോ, ഞാൻ പുറത്തുള്ളതാ. ഞാൻ ഉറങ്ങിപ്പോയി, അതുകൊണ്ട് 2:30 അടിച്ചിട്ട് ഉറങ്ങിപ്പോയി, അതുകൊണ്ട് എടുക്കാൻ ഞാൻ. സോറി. ഓക്കെ ഓക്കെ. ഇത് അടുത്ത വോയിസ്. അതെന്നെ വല്ലാത്ത പെണ്ണ്. എന്ത് ഷോപ്പാണ്? ഞാൻ സ്പായിൽ. നിങ്ങൾക്ക് ഇവിടുന്ന നമ്പർ വേണോ? പക്ഷെ നല്ല ഭംഗിയുണ്ട് കൊച്ചിനെ കാണാൻ. 24 വയസ്സ്. പക്ഷെ അവൾക്ക് ആണുങ്ങോട് താല്പര്യമില്ല. ബിജി ചേച്ചി തന്നെ വേണമെന്ന്. വോയിസ്. അയ്യോ ഫിറ്റാണോന്നോ? ഞാൻ നാട്ടിൽ എറണാകുളം പെരുമ്പാവൂര്. മോളെവിടെ? അവൾ വികാരത്തോടെ സംസാരിക്കുന്നു, ഞാനും വികാരത്തോടെ സംസാരിക്കും. രാഹുലിനെ വിളിച്ചോ? ഒന്ന് പോടൂ. ഇത് ഒരുത്തരൊന്ന് ബ്ലോക്ക് അടിച്ചോട്ടെ. പോടോ ഹിന്ദിക്കാരൻ. ബ്ലോക്ക് അടിച്ചു. വികാരം നല്ലതല്ലേ മൈന? ആടി ഒരു പെങ്കൊച്ച്, ഒരു പെണ്ണ് 24 വയസ്സുള്ളൂ. ചേച്ചി എല്ലാ ദിവസവും മെസ്സേജ് അയക്കും, വിളിക്കും. പക്ഷേ എന്നോട് വന്നിട്ട് എപ്പോഴും ചോദിക്കും നാട്ടിലെവിടെ, നാട്ടിൽ വന്നാൽ കാണാൻ പറ്റുമോ? പക്ഷെ പെണ്ണ് നല്ല ഭംഗിയുള്ള പെങ്കൊച്ചാണ്, കല്യാണം കഴിഞ്ഞിട്ടില്ല. സൗണ്ട് കുറച്ച് മെല്ലെ സംസാരിക്കും ചേച്ചിയും. ഇതെന്തോ മെസ്സേജ് വിട്ടേക്കുന്നു. നമുക്ക് തേടി എന്നോട് വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമോ? നമുക്ക് കൂടുതൽ കേട്ടോ. നമുക്ക് കോൾ ചെയ്താലോ? ഒന്ന് 22 വയസ്സ്, ഒന്ന് കോൾ ചെയ്യൂ. ദാട്ടാ ആ പെങ്കൊച്ച് നമുക്ക് മെസ്സേജ് ഇട്ടിട്ട് നോക്കാം.
നമുക്ക് കോൾ ചെയ്താലോ? അതും വീഡിയോ കോൾ ചേച്ചി ചെയ്യണം. ഞാനും ചേച്ചിയും മാത്രമേ പാടുള്ളൂ. ഇതേ മെസ്സേജ് വിട്ടേക്കുന്നു കണ്ടോ? ഞാനും ചേച്ചിയും മാത്രമേ പാടുള്ളൂ. വീഡിയോ കോൾ ചെയ്യാൻ ചേച്ചിക്ക് പറ്റുമോ? പേയ്മെൻ്റ് അടിക്കാമെന്ന് ഗൂഗിളിൽ. നീ എൻ്റെ മുത്താണ്. ആടി പേയ്മെൻറ്റ് ചെയ്യാന്ന്. മലപ്പുറത്തുള്ള പെങ്കൊച്ച, മുസ്ലിമാന്ന് തോന്നുന്നു. ചേച്ചിയുടെ ഗൂഗിൾ പേ നമ്പർ തന്നാൽ മതി, 10,000 രൂപ തരാം, നമുക്ക് വീഡിയോ കോൾ ചെയ്താലോ എന്ന്. എന്താ ചെയ്യുക ഞാൻ? ഈ പെണ്ണുങ്ങൾ തമ്മിൽ എങ്ങനെ വീഡിയോ കോള്? അത് എൻഡിങ് ഫോട്ടോ ആണോ? ഫോട്ടോഷോപ്പ് അല്ല, വോയിസ് ഉണ്ട്. പെണ്ണിൻ്റെ വോയിസ് ഉണ്ട്. പെണ്ണ് തന്നെയാണ് അത്. കോൾ ചെയ്യും, ആരും കാണില്ല. അതെങ്ങനെയാട്ടാ നമ്മൾ ആണുങ്ങളോട് സംസാരിക്കുന്ന പോലെ തന്നെയാണോ പെണ്ണുങ്ങളോട് സംസാരിക്കുക? അല്ല, എനിക്കറിയില്ല. കാരണം എൻ്റെ ഈ കഥ കേൾക്കുമ്പോഴേ, നിങ്ങൾക്ക് തന്നെ എൻ്റെ കഥ കേൾക്കുമ്പം ഇങ്ങനെ എഴുതിച്ചിരിക്കില്ല. അതേപോലെ പെണ്ണുങ്ങൾക്ക് എൻ്റെ ലൈവിൽ എല്ലാ പെണ്ണുങ്ങളും വരാറുണ്ട്, ഒരുപാട് ഫേക്ക് ഐഡിയിൽ. കാരണം അത് അവർക്ക് കഥ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ പെൺകുച്ചി മാത്രം എന്നെ ഒരുപാട് ചാർജ് ചെയ്യുന്നതാണെങ്കിലും പെണ്ണുങ്ങൾ എപ്പോഴും വിളിക്കാറുണ്ട്, എനിക്കൊന്ന് ചേച്ചിനെ കാണണം, ചേച്ചി എനിക്കൊന്ന് മസാജ് ചെയ്ത് തരണം, ചേച്ചി ഒന്ന് വന്നാൽ മതി എന്ന്. അപ്പം എൻ്റെ കഥ എല്ലാ പെണ്ണുങ്ങൾക്കും ഭയങ്കര വികാരം കൊള്ളിക്കുന്നുണ്ട്. അതാ അപ്പം എല്ലാവർക്കും ഒരു പൂതി ചേച്ചിനെയും കൊണ്ടൊരു മസാജ് ചെയ്യിക്കണമെന്ന്. പിന്നെ എനിക്കൊരു കാര്യമുണ്ട്, ഞാൻ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കൊക്കെ മൂഡ് വരും. അതാ പ്രശ്നം. കാരണം വെച്ചാൽ ഞാൻ ആ മാതിരി മസാജ് ചെയ്യുക. ഞാൻ ഈ കഷ്ടമൊക്കെ ഉണ്ടല്ലോ, ആണുങ്ങളുടെ കഷ്ടമൊക്കെ ഉണ്ടല്ലോ, പെണ്ണുങ്ങളെ കിട്ടിയാലും അതെ, ആണുങ്ങളുടെ കഷ്ടത്തിൽ പിടുത്തം പിടിക്കും. എൻ്റെ മോനെ, എൻ്റെ മൈന. പിന്നെ നിൽക്കേ വേണ്ട. പിന്നെ പെണ്ണുങ്ങളൊരു കുതിർന്ന് ഇങ്ങനെ നിൽക്കും. ആണുങ്ങൾ അതേപോലെ തന്നെ. ചേച്ചിയുടെ മസാജ് അങ്ങനെയാ, അതിനോട് പല ആണുങ്ങളും പറയാറുണ്ട്. പക്ഷെ എനിക്ക് മസ്റ്റായിട്ട് ഓയിൽ വേണം. ഓയിൽ എന്നാൽ പൊളിക്കും. ഓയിൽ ഇല്ലാണ്ട് പറ്റില്ല കേട്ടോ, ഓയിൽ നിർബന്ധം. ആശപ്പ ചേച്ചി ഓയിൽ നിർബന്ധമാണ്. മസാജ് ചെയ്യുമ്പോൾ കമ്പി ആയാലും എന്ത് ചെയ്യും? കളഞ്ഞു കൊടുക്കും. എൻ്റെ കുട്ടിയെ പിടിക്കുമോ? റെക്കോർഡ് എടുക്കും വീഡിയോ കോൾ ചെയ്യുമ്പോൾ. അതിനെന്താ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ നന്നായിട്ട് മസാജ് ചെയ്യും. അയ്യേ, പിന്നെ എന്തായാലും ഒരു പെണ്ണായാലും ആണായാലും ഞാൻ മസാജ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ കസ്റ്റമർ വരുമ്പോൾ ഞാൻ പറയും, ചേട്ടയ്ക്ക് നല്ല പെയിൻ ഉണ്ട് പുറത്ത്, എനിക്കൊന്ന് മസാജ് തന്നു. ഞാൻ കമന്ന് നിന്ന് കൊടുക്കും. അപ്പോൾ അവന്മാരെനിക്ക് ഓയിലിട്ട് എനിക്ക് ഫുള്ളും എൻ്റെ ബോഡി ഡ്രസ്സ് കൂരി എനിക്ക് മസാജ് തന്നിട്ടുണ്ട്, കാലൊക്കെ. പക്ഷെ അവരെന്നെ മസാജ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മൂടാവും. ഒരാണിനെയും പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണ് ഒരു ലേഡീനെ ഒരാണിനെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഏതവനെ സാധനം പൊന്തും, ഏതൊരു പെണ്ണിനായാലും ഒന്നും മൂടാവും. അതാണ് ഈ മസാജ് കൊണ്ടുള്ള ഉദ്ദേശം. മനസ്സിലായോ? ചേച്ചി ഒരു കാര്യം ചോദിച്ചോട്ടെ? എൻ്റെ മൈനു ചോദിക്കും, മോളെ ചോദിച്ചോ? എൻ്റെ എല്ലാവർക്കും ഉള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ആണുങ്ങൾക്കൊക്കെ മസാജ് ചെയ്യുമ്പോൾ ഒരു എന്തായാലും മൂഡ് വരുമോ? കാരണം നമ്മൾ മസാജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലേഡിയുടെ കൈ കൊണ്ട് മസാജ് ചെയ്യുമ്പോൾ ഏതൊരാണിനും കമ്പിയാകും. ഓക്കെ, കമ്പി ആയാലും ആ ദുർഗല സമയത്ത് എന്തൊക്കെയോ അവിടെ നടക്കും. നമ്മൾ ലേഡീസ് അല്ലേ? ചേച്ചി കമ്പിയാകുമ്പോൾ വായിലിട്ടിട്ടുണ്ടോ? ഞാൻ കമ്പിയാവുമ്പം ഈ വൃത്തിയും എന്താ പറയുക, ഈ ആണുങ്ങളുടെ കുണ്ണം മുങ്ങുന്ന പരിപാടി എനിക്കില്ല. സ്വന്തം ഭർത്താവിന് കുണ്ണം മുഞ്ചിയിട്ടില്ല, ബോയ് ഫ്രണ്ടിന് കുണ്ണം മുഞ്ചിയിട്ടുണ്ട്, ഭർത്താവിന് മുഞ്ചിയിട്ടില്ല. പിന്നെയല്ലേ കരക്കാരൻ മൂഞ്ചാൻ പോകുന്നത്. ഓക്കെ, എൻ്റെ മാത്രമുള്ള ആടെയാണെങ്കിൽ മാത്രം മൂഞ്ചി കൊടുക്കും. അതെൻ്റെ ഇഷ്ടം. ഫ്ലൂട്ട് ചെയ്യുമോ? കന്തു ഈമ്പുന്നത് സ്ത്രീകൾക്ക് ഇഷ്ടമാണോ? അത് നിന്റെ പെണ്ണുങ്ങളോട് ചോദിച്ചു നോക്ക്. നീ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നിന്റെ പെണ്ണുമ്പളേക്ക് ഇഷ്ടമുണ്ടോ? അപ്പം എല്ലാ ലേഡീസിനും ഇഷ്ടമായിരിക്കും. പെണ്ണുമ്പളുടെ ആക്ഷൻ എന്തായിരിക്കും ഞാൻ ചെയ്യുമ്പം? അവൾക്ക് ഇഷ്ടമുണ്ടോ? അവൾ പുളവും കൊള്ളുന്നുണ്ടോ? അപ്പം അതിൻ്റെ അർത്ഥം എല്ലാ ലേഡീസിനും ഇഷ്ടമാണെന്നാണ്. ഓക്കെ, പ്രത്യേകിച്ചൊന്നുമില്ല. ഇവളുടെ മക്കളുടെ ഒരവസ്ഥ ആയിക്കോട്ടെ.